ദേവ് ട്രാവൽ വേൾഡിൻ്റെ 94-ാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പറമ്പിക്കുളം ടൈഗർ റിസർവിലാണ്. സീസൺ ആകുമ്പോൾ കംപ്ലീറ്റ് ജനങ്ങൾ കൊഴിഞ്ഞു പോകും. അപ്പോൾ മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ ജനങ്ങൾ കംപ്ലീറ്റ് കൊഴിഞ്ഞു പോയിട്ട് റെയിനിങ് സീസണിൽ ഫുൾ പച്ചപ്പാകുന്ന ഒരു ഫോറസ്റ്റ് ആയിട്ട് നമ്മൾ ട്രക്കിങ് പോകണം. അപ്പോൾ 6 തരം കാട്ടിൽ ഒരു ട്രൈ ഡിസിഡിയൻ ഫോറസ്റ്റ് എന്നറിയപ്പെടുന്ന ഫോറസ്റ്റിലേക്കാണ് നമ്മളിപ്പോൾ ട്രക്കിങ് പോകുന്നത്. മാക്സിമം സൗണ്ട് കുറച്ചേ പറ്റും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ യാത്രയിൽ ജില്ലാ പരിസര വിഷയ സമിതി കൺവീനറും റിട്ടയേർഡ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറുമായ ശ്രീ സുരേഷിൻ്റെ നേതൃത്വത്തിൽ 48 പരിഷത്ത് പ്രവർത്തകരാണ് പങ്കെടുക്കുന്നത്. പശ്ചിമഘട്ട മലനിരകളിൽ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ 285 സ്ക്വയർ കിലോമീറ്ററിലായി വ്യാപിച്ചു കിടക്കുന്ന വന്യമൃഗ സംരക്ഷണ കേന്ദ്രമാണ് പറമ്പിക്കുളം. ഒരു മാത്രം പോകും. ആ വിത്ത് അങ്ങനെ ഫ്രഷായിരിക്കും. കാസ്റ്റ് കളയുമ്പോൾ ആ വിത്ത് ഫ്രഷായിരിക്കും. അത് ഇങ്ങനെ മരത്തിൻ്റെ പൊത്തുകൾ അവിടെ വീട് കിടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മഴ സീസണിൽ അത് ഓട്ടോമാറ്റിക്കായി വളർന്നു വരും. അതിലതാണ് മയിൽ ഒരുപാടായി കഴിഞ്ഞാൽ കാട് നശിച്ചു പോയി കിടക്കുന്നത്. 2010 സമയങ്ങളിൽ മയിലവിടെ ഇല്ല. 2010 ശേഷമാണ് പറമ്പിക്കൽ ടൈഗറിലേക്ക് മയിൽ കയറാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ആനമന ടൈഗർ വരുമ്പോൾ ആ ഭാഗത്ത് മാത്രമേ കാണപ്പെടുന്നതായിരുന്നു. അപ്പോൾ പറമ്പിക്കുളം മൊത്തം ചെറിയ ചെറിയ പുഴകളും അരുവികളും ഒരു കാരണവശാലും വറ്റിപ്പോകാത്ത, മാർച്ചിൽ വരെ വറ്റിപ്പോകാത്ത പുഴകളും അരുവികളും ഉണ്ടാകും. അപ്പം അതൊക്കെ ഡ്രൈ ആയി തുടങ്ങി. കാരണം കാട് ഡ്രൈ ആകാൻ തുടങ്ങിയതാണ്. കാട് നശിച്ച് സ്റ്റാർട്ടിങ് ആണ്. കാരണം എല്ലാ വർഷവും മാക്സിമം ഒരു 23 ഡിഗ്രി ചൂട് ഒക്കെ ഒരു മാർച്ചിൽ കൺട്രോൾ ചെയ്യണം പറമ്പുകൾ. ഇപ്പൊ ചില സമയങ്ങളിൽ 33-36 വരയ്ക്കും എത്താൻ പറ്റും. ചൂട് അത്ര ചൂട്. പറമ്പിക്കുളം വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിൽ മയിലുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കാലാവസ്ഥാ മാറ്റവും മനുഷ്യൻ്റെ ഇടപെടലും വഴി കാടിനുണ്ടാകുന്ന ശോഷണമാണോ ഇതിന് കാരണമെന്ന് പഠിക്കേണ്ടതുണ്ട്. വനത്തിലൂടെയുള്ള ഈ ട്രക്കിങ്ങിന് നേതൃത്വം നൽകുന്നതും കാര്യങ്ങൾ വിശദീകരിക്കുന്നതും വനം വകുപ്പിലെ ഗൈഡ് ശ്രീ മനോജ് ആണ്. കൂടുതൽ ഈ അവന്റെ ഗുഹകളുണ്ടാവും. ഗുഹകളിലാണ് സ്റ്റേ ചെയ്യുന്നത്. കാരണം ഈ പകൽ സമയങ്ങളിൽ കൂടുതൽ ഏതെങ്കിലും അരുവികളുണ്ടെങ്കിൽ വെള്ളത്തിലിറങ്ങി കിടന്നേക്കും. കഴുത്ത് മാത്രം കരയെ കയറ്റി വെച്ച് വെള്ളത്തിൽ കിടന്നേക്കാം. കാരണം സ്കിന്ന് ചൂടാവും. വെയിലിന്റെ ചൂട് കൊണ്ട് സോഫ്റ്റ് ആകുമ്പോൾ വല്ലാതെ ഇറങ്ങി നടക്കില്ല. അതെ അതെ. ചെറിയ കേൾ വിസർട്ട് കൂടുതലാണ് കടവയ്ക്കുന്നത്. അതായത് നമ്മൾ ചെറിയൊരു ഇലയിൽ ഇങ്ങനെ ചവിട്ടി കഴിഞ്ഞാൽ ആ ഇവിടുന്ന് അപ്പുറത്ത് ആ മരത്തിൻ്റെ അവിടെ കിടക്കുന്ന കടവയ്ക്ക് നമ്മളിവിടെ ഉണ്ടെന്നവരെ അറിയാം. അതുപോലെ മറ്റുള്ള മൃഗങ്ങൾ നമ്മുടെ മണം പിടിക്കും. ആനയാണെങ്കിൽ തുമ്പി വെച്ച് മണം പിടിക്കും. നമ്മൾ പൗഡറും പെർഫ്യൂമും മണമുള്ള സോപ്പൊക്കെ ഇട്ട് കൊടുക്കും. ദൂരെ നിൽക്കുന്ന ആനയ്ക്ക് നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഒരു കളർ ഷർട്ടൊക്കെ ഭയങ്കര നേച്ചർ. ദൂരത്തുള്ള ആനയ്ക്ക് നമ്മൾ ഐഡന്റിഫൈ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ആനയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ളത് കാണില്ല. താഴെ അത്ര ഡിസ്റ്റൻസിലുള്ള 100 മീറ്റർ 25 മീറ്റർ ദൂരെ ഉള്ളത് നമുക്ക് അതിന് പെട്ടെന്ന് കാണാം. ആന മുടുക്കിയിട്ട് വന്ന ഒരു മരത്തിൽ ഞങ്ങളിങ്ങനെ ഒളിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ യൂണിഫോം അതുപോലെയാണ്. പക്ഷെ ധൈര്യം വേണം. ആന ഇങ്ങനെ വന്ന് അടുത്ത് കൂടി തന്നെ തുമ്പി വരെ ഇട്ടിങ്ങനെ പിടിച്ച് കളയും. നമുക്കതിനോട് തരാം. തുമ്പി ഇടുമ്പോഴേക്ക് ഞങ്ങൾ അപ്പുറത്ത് മരത്തേക്ക് മാറി. ധൈര്യം വേണം. കാരണം ഞങ്ങൾ ചെറുപ്പം മുതലേ ഇവിടുത്തെ ആദിവാസികളാണ്, ഇവിടുത്തെ ട്രൈബാണ്. ഇവിടെ ജനിച്ച് വളർന്നുകൊണ്ട് ഇവിടത്തെ കുറിച്ച് കാട് നന്നായിട്ട് അറിയാം. ഈ ഫോറസ്റ്റിൽ ഞങ്ങൾ എവിടെ പോവുകയാണെങ്കിലും ഞങ്ങൾ ഗൈഡോ ഒരു വാച്ചറോ ഇല്ലാണ്ട് ഈ ഒരു ഉദ്യോഗസ്ഥന്മാരോ ഒരു ഇതിലേക്ക് വരും. ഇവിടെ ഞങ്ങൾ ഒരാളെങ്കിലും വേണം. അവരവർ കാട്ടിൽ പോകും. വഴി തെറ്റിപ്പോകും. കിടന്നു കഴിഞ്ഞാലോ? അതെ. നമ്മളിപ്പോൾ ഈ കണ്ട കാടല്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് എവർഗ്രീൻ ഫോറസ്റ്റുകളുണ്ട്. പറഞ്ഞ സൂര്യപ്രകാശം വരെ ഭൂമിയിലേക്ക് കിട്ടാൻ അത് ഇല്ലാത്ത കാടുകളുണ്ട്. ഈ ടൈമും മഴക്കാലമൊക്കെ നല്ല മഴയുണ്ടാവും. ഇഷ്ടംപോലെ അട്ടയും രാജവെമ്പാലിനൊക്കെ ഒരുപാട് കാടുകളുണ്ട്. അങ്ങനെ ഇത്ര ചൂട് കാണുന്നില്ലേക്ക്. നല്ല നമ്മൾ എ സിയിലിരിക്കുന്ന അതേ കൂളിംഗ് ഉണ്ടാവും ഉള്ളിലേക്കുള്ള പുറത്ത്. പക്ഷെ നോക്കുമ്പോൾ എല്ലാ വഴികളും ഒരേപോലെ ആയിരിക്കും. ചില സമയം വഴി തെറ്റിപ്പോകും. നമ്മൾ മൃഗങ്ങൾ നടക്കുന്ന വഴിയാണ് നമ്മുടെ ലക്ഷ്യം. ഞങ്ങൾ ഉള്ള കുറച്ച് ഉള്ളിൽ കാടിലേക്ക് ട്രക്കിംഗ് ആണ് പറഞ്ഞ് കത്തി ഉണ്ടാക്കാൻ കഴിയും. മരത്തിന് തൊലി ചെറുതായി ചെത്തി വെക്കും. അപ്പോൾ നമ്മൾ പോയിട്ട് കിട്ടാൻ വന്നാണെങ്കിൽ ആ തൊലിയാണ് നമ്മുടെ അടയാളം. നമ്മുടെ ടൗണിൽ ബോർഡ് ഉണ്ടാവും. പാലക്കാട് അങ്ങനെ ബോർഡ് ഉണ്ടാവും. ഇവിടെ നടക്കുന്നുണ്ട്. തിരിച്ചാണ്. കാരണം ചെത്തിന് അടയാളം അത് ഓർമ്മ നമ്മുടെ മൈൻഡിൽ വെക്കണം. അതേപോലെ ചില സ്ഥലത്തുള്ള പുല്ലുകളുണ്ട്. അതിൽ ഒരു ചുമപ്പ് കളർ പുല്ലാണ്. ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് അറിയുന്നറിയില്ല. ആ പുല്ല് നമ്മളെ ചതിക്കും. ഒരുപാട് കാട്ട് നടക്കുന്നവരെ വഴിതെറ്റിക്കും. ആ പുല്ലിന് ഞങ്ങളുടെ പാരമ്പര്യമുള്ളതാണ്. ഞങ്ങളുടെ മുത്തശ്ശനും മുത്തശ്ശിയുള്ള പാരമ്പര്യമുള്ളവരും ആ പുല്ല് നമ്മൾ തട്ടിക്കളഞ്ഞിട്ട് പോകുമ്പോൾ ചവിട്ടി ചിലപ്പോൾ ചാഞ്ഞ് വിട്ട് പോയി കഴിഞ്ഞാൽ
നമ്മൾ ശരി ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ വഴിക്കൊന്ന് പോയവർ തന്നെ വഴിതെറ്റിപ്പോകും. അത്ര കാട് ആണ് നമ്മൾ പെട്ടെന്ന് മറപ്പിക്കും, വഴിതെറ്റിപ്പോകും. അതാണ് ഫോറസ്റ്റിൻ്റെ ഒരു ഇത്. പറമ്പിക്കുളത്ത് 6 തരം കാടുകളുണ്ട്. 6 തരം കാടും 6 തരം തന്നെയാണ്. അത് കൂടുതൽ ഈ എവർഗ്രീൻ ഫോറസ്റ്റുകളാണ് കൂടുതൽ നമുക്ക് ഡേഞ്ചർ. കാരണം എല്ലാതും നോക്കുമ്പോൾ ഒരേ പച്ചപ്പായിരിക്കും, വഴികൾ ഒരേപോലെ ആയിരിക്കും. നമ്മൾ വന്ന വഴി അറിയുകയാണെങ്കിൽ ഈ ഒരു മാർഗ്ഗമേ ചെറുതായി തൊലി ട്രീയുടെ ബാർക്കിന്ന് എത്തിക്കളയണം. അപ്പോൾ നമുക്ക് ആ വഴി തിരിച്ചറിയാൻ പറ്റും. പ്രത്യേക ചെടിയുണ്ടോ? ഏത് ചെടിയാ ചെത്താൻ പറ്റാ? ചെടികളുണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും ഇത് വെച്ച് നമുക്ക് അടയാളം കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ഒരു മാസം 2 മാസം മുന്നേ, ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ആ വഴിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അന്ന് വെട്ടിപ്പോയ പാട് നമ്മൾ ഓർമ്മ വെച്ചേക്കാം. കണ്ടത് നിന്ന് നോക്കണം, നോക്കിയതിനു ശേഷം നമുക്ക് കടക്കാൻ പറ്റും. 30-ൽ പരം കടുവകളെ കണ്ടെത്തിയ ഈ വനത്തിൽ ആനയും പുലിയും കാട്ടിയും കരടിയും കരിങ്കുരങ്ങും മാനും മലയണ്ണാനും പന്നിയും ഉൾപ്പെടെ 39 ഇനത്തിൽപ്പെട്ട സസ്തനികളും 16 ഇനം ഉഭയജീവികളും 61 ഇനം ഉരഗങ്ങളും 47 ഇനം മത്സ്യങ്ങളും 250 ഇനം പക്ഷികളും 1000-ൽ പരം ഇനത്തിൽപ്പെട്ട ഷഡ്പദങ്ങളും 124 ഇനം പൂമ്പാറ്റകളെയും കണ്ടെത്തിയിട്ടുണ്ട്. 2010 ഫെബ്രുവരി 19 ഈ വന്യജീവി സങ്കേതം കടുവ സംരക്ഷണ പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ടു. പാലക്കാട് പട്ടണത്തിൽ നിന്നും 90 കിലോമീറ്ററും പൊള്ളാച്ചിയിൽ നിന്നും 45 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. രാവിലെ 7-നും വൈകുന്നേരം 3-നും ഇടയിൽ പ്രവേശനം അനുവദിക്കുന്ന ഇവിടത്തെ താമസത്തിനും ജംഗിൾ സഫാരിക്കും ട്രക്കിങ്ങിനും ഓൺലൈൻ ബുക്കിംഗ് സൗകര്യവും ഉണ്ട്. ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് അനുയോജ്യമായ പാറ നിറഞ്ഞ പ്രദേശവും ഈ കാടിനകത്ത് ഉണ്ട്. 1 മുതൽ 100 സ്ക്വയർ കിലോമീറ്റർ കടുവയുടെ ടച്ച് ഏരിയ. അപ്പോൾ ഒരു ആൺകടവ ഉണ്ടാവുക ആ 100 സ്ക്വയർ കിലോമീറ്റർ. കാരണം ഫുഡ് ആഹാരം കിട്ടുന്നതിനനുസരിച്ച് ഏരിയ ചെറുതായിരിക്കും. ആഹാരം കിട്ടാണ്ടാവുമ്പോൾ ഏരിയ വലുതാക്കും അവർ. കാരണം ഭക്ഷണം കിട്ടാണ്ടാവുമ്പോൾ ഏരിയ വലുതാക്കും. അതിനുള്ളിലേക്ക് വേറൊരു ആൺകടുവ കയറി വരാണെങ്കിൽ ഒന്നൊന്ന് ഫൈറ്റ് ആവും. ചിലപ്പോൾ ആ ഒരു ആൺകടുവൻ്റെ ഏരിയയിൽ ചിലപ്പോൾ 2-3 ഫീമെയിൽ ഉണ്ടാവും, പെൺകടുവകളുണ്ടാവും. കാരണം അവർക്ക് ഒരു ടെറിട്ടറി ഏരിയ ആയിരിക്കും. അതായത് നമ്മുടെ വീടിനെ ചുറ്റും നമ്മൾ മതിൽ കെട്ടി വെക്കണ പോലെ ഓരോ കടുവയും അവരുടെ ടെറിട്ടറി ഏരിയയിൽ ജീവിക്കണം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പറമ്പിക്കുളം ടൈഗർ റിസർവിൽ വന്നാൽ കടുവനെ കാണാൻ വളരെ സാധ്യത കുറവ്. കാരണം വേറെ വല്ല ഫോറസ്റ്റിലൊക്കെ ആണ് പറഞ്ഞാൽ ഈ ഫോറസ്റ്റ് കുറച്ച് തിക്കായതാണ്. കാരണം കടുവനെ കാണുന്നത് ചാൻസ് വളരെ കുറവാണ്. കാരണം കാണും, ചില സമയങ്ങളിൽ കാണും, ചില സമയം കാണാൻ പറ്റില്ല. കാരണം ബന്ദിപ്പൂർ, നാഗർകോൾ അങ്ങനെയുള്ള ഫോറസ്റ്റുകളൊക്കെ പറഞ്ഞാൽ ഈ ഫോറസ്റ്റും ആ ഫോറസ്റ്റും 2 വ്യത്യാസമാണ്. കാരണം അത് പറഞ്ഞാൽ ഈ അറ്റത്ത് നോക്കി അറ്റം പറഞ്ഞപ്പോൾ കാണാൻ പറ്റും, നിങ്ങൾ പെട്ടെന്ന് ഐഡന്റിഫിക്കാൻ പറ്റും, പെട്ടെന്ന് കാണാൻ പറ്റും. ഈ ഫോറസ്റ്റ് അങ്ങനെയല്ല, കാരണം കുറച്ച് തിക്കായ ഫോറസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തത്. പിന്നെ കൂടുതലും ഒരു റെസ്റ്റ് എടുക്കുന്ന അനിമലാണ് കടുവ. നമ്മൾ സാധാരണ ഇപ്പോൾ തിരുവനന്തപുരം സൂരോ അല്ലെങ്കിൽ ചെന്നൈ സൂരോ, കോയമ്പത്തൂർ സൂരോ ഒക്കെ പോയി കഴിഞ്ഞാൽ കടുവ എനി ടൈം ഫുഡ് അടിക്കാനുള്ള റെസ്റ്റാണ്. കാരണം മാക്സിമം റെസ്റ്റ് എടുക്കുന്ന ഒരു അനിമൽ ആയതുകൊണ്ട് നമുക്ക് കാണാൻ വളരെ ചാൻസ് കുറവ്. പിന്നെ അവരുടെ ബൗണ്ടറി മാർക്ക് ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങുന്നത് കൂടുതലും രാത്രി 2 മണി 1 മണിക്കൊക്കെ ആണെങ്കിൽ ഹണ്ടിങ്ങിന് വേണ്ടി അവൻ മെയിനായി ഇറങ്ങുന്നത്. ആ സമയം കാട്ടുപോത്താണെങ്കിൽ ആനയാകുമ്പോൾ ഉറക്കത്തിൽ പെടും. അങ്ങനെയുള്ള സമയം അവൻ ഹണ്ടിങ് ചെയ്യും. ഏത് മൃഗത്തിൻ്റെ പേസ് കടുവ അറ്റാക്ക് ചെയ്യും, ബാക്ക് കൂടിയെ കയറി അറ്റാക്ക് ചെയ്യും. അങ്ങനെ അവൻ പറഞ്ഞാൽ അത് ഫ്രണ്ട് ആണെങ്കിൽ തിരിഞ്ഞ ആ കാട്ടുപോത്ത് കുത്തിക്കൊല്ലും കടുവൻ. അത്രയും പവർഫുള്ളാണ്. ഒരു കടുവയുടെ വെയിറ്റ് പറഞ്ഞാൽ മാക്സിമം 350-400 കിലോ വരെ വരും ഒരു കടുവ. പക്ഷേ ഈ കാട്ടുപോത്ത് നമ്മൾ നിന്ന് രാവിലെ കണ്ട കാട്ടി മാക്സിമം 2 ടൺ 3 ടൺ വെയിറ്റ് വരും. 1500 കിലോ അതിനെക്കാട്ടി വലുപ്പം വരും. അതിൻ്റെ താടി ഭൂമിയിൽ മുക്കും. അത്ര പവർഫുള്ളായിരിക്കും. ഫുൾ വെജിറ്റേറിയൻ ആണ് കാട്ടി എന്ന് പറയുന്നത്. പറഞ്ഞാൽ ബൈസൺ നമ്മുടെ ഇന്ത്യയിലില്ല. നമ്മളിപ്പോൾ ഇന്ന് രാവിലെ കണ്ടത് കാട്ടി എന്നറിയപ്പെടും. ഇന്ത്യൻ ഗോർ എന്നറിയപ്പെടുന്നതാണ്. കടുവയുടെ കാഷ്ടം എത്ര വർഷം ഭൂമി കിടന്നാലും അത് ദഹിച്ചു പോകില്ല, പ്ലാസ്റ്റിക് പോലെയാണ്. അതുപോലെ നിങ്ങൾ പറമ്പിക്കുളത്തല്ല വേറെ ഏത് ഫോറസ്റ്റിൽ പോവുകയാണെങ്കിലും മെയിനായി കടുവയുടെ മൂത്രം ടോയ്ലറ്റ് ചെയ്തത് കൈ ഗ്ലൗസിലാണ് തൊടാൻ പാടില്ല. നമ്മുടെ നഖത്തിൻ്റെ ഉള്ളിൽ വൈറസ് കയറണം നമുക്കറിയില്ല. ഒരു കാട്ടുപോത്തിനെ അടിച്ചിട്ട് ചീഞ്ഞ് പുഴുവായതിനു ശേഷം മാത്രമേ പുള്ളി ഭക്ഷിക്കൂ. ഇവിടെ ഒരു ആഴ്ചക്ക് മുന്നൊരു കില്ലിങ് കിട്ടിയതാണ്. നിങ്ങൾ ചിലപ്പോൾ സൂലൊക്കെ പോയി കടുവനെ കാണുമ്പോൾ ചിലപ്പോൾ കമ്പി പിടിച്ചിങ്ങനെ കടുവയെ നോക്കി പെട്ടെന്ന് നമ്മുടെ അടുത്ത് തിരിഞ്ഞത് സ്പ്രേ ചെയ്യും മൂത്രം. മുഖം ബന്ധു പോകും. അത്ര പവർഫുള്ളാണ് അതിൻ്റെ മൂത്രം, കടുവയുടെ മൂത്രം. കടുവയൊന്ന് ചെന്നായ്ക്കൾ, പുള്ളിപ്പുലി, കരിമ്പുലി ഇവരൊക്കെ മൂത്രം പറഞ്ഞാൽ ഭയങ്കര കെമിക്കലായതാണ്. ഈ ചെന്നായ്ക്കൾ അങ്ങനെ പെട്ടെന്ന് ഹണ്ടിങ് നടക്കുന്നത് കൂടുതലും കരടിയുടെ കാഷ്ടം ആണ് ഈ കാണുന്നത്. കാട്ടിൽ കരടിയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ഇത് ഉപകരിക്കുന്നു. ആർദ്ര ഇലപൊഴിയും കാടുകളിലൂടെയാണ് ഞങ്ങൾ ഇതുവരെ സഞ്ചരിച്ചത്.
ട്രക്കിംഗ് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ സമീപത്തുകൂടി കടന്നുപോയ ഒരു കൊച്ചു കുടുംബം. നോക്കൂ, ഇവിടെ കാട്ടിനകത്തേക്കുള്ള റോഡിനിരുവശവും ഫയർ ലൈൻ തീർക്കുകയാണ്. വളരെ ആത്മാർത്ഥമായി ഈ ജോലിയിൽ ഏർപ്പെട്ട ധാരാളം ആദിവാസികളെ പല സ്ഥലങ്ങളിലായി കാണാനിടയായി. 2 കിലോമീറ്ററോളം ട്രക്കിംഗ് നടത്തി ഞങ്ങൾ പുറപ്പെട്ട സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. പറമ്പിക്കുളത്തെയും വാൽപ്പാറയിലെയും മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.